ഇവിടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ രാജി പി ടി ചാക്കോൻ്റെ രാജിയാണ്. ഒരു സ്ത്രീ വിഷയത്തിൽ, അതും ഈ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഈ ആഭ്യന്തര കലാപമാണ് അതിലേക്ക് എത്തിച്ചത്. നിങ്ങളൊക്കെ വളരെ ചെറുപ്പമായിരിക്കും, ഓർമ്മ ഉണ്ടാവുമെന്നറിയില്ല. അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിക്കപ്പെട്ടത് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള കുത്തിത്തിരിപ്പാണ്. എന്നാലും രാജിവെച്ചു. പക്ഷേ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതിനുശേഷം ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആരോപണം ഉണ്ടായി. അതിൽ FIR ഇട്ടു. രാജിവെച്ചിട്ടില്ല. MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. രാജിവെച്ചിരുന്നോ? ഇല്ല. PJ കുര്യൻ രാജ്യസഭ ഉപനേതാവായി, ഉപാധ്യക്ഷനായി ഉള്ള ഘട്ടത്തിലാണ് 41 ദിവസം ഒരു ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള FIRൽ PJ കുര്യൻ്റെ പേര് വന്നു. PJ കുര്യൻ രാജിവെച്ചോ? വെച്ചോ? ഇല്ല. IB ഈഡൻ്റെ പേരിലും സോളാർ കമ്മീഷൻ്റെ ഭാഗമായും നമ്മുടെ സരിതയുടെ മൊഴി, അത് ഈടനെതിരായിട്ട് മാത്രമല്ല പലർക്കും എതിരായിട്ട് വന്നു. എല്ലാവരുടെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവരിപ്പോൾ പേര് പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഈടനെതിരായിട്ട് വന്നു, വേണുഗോപാലിനെതിരായിട്ട് വന്നു, ഓർമ്മയുണ്ടോ? അബ്ദുള്ള കുട്ടിക്കെതിരായിട്ട് വന്നു. ഇതിൽ അന്ന് ജനപ്രതിനിധി IB ഈടനാ, MP. രാജിവെച്ചോ? ഇല്ല. ഇതേപോലെ വിൻസെൻ്റ് 90 ദിവസമല്ലേ ജയിലിൽ കിടന്നത്? റേപ്പുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ജയിലിൽ നിന്ന് വന്ന് നിയമസഭയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ധീരയോദ്ധാവായി വരുന്ന പ്രതീതിയല്ലേ ഉണ്ടാക്കിയത്. കൈ കൊടുത്തില്ല അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ. രാജിവെച്ചോ വിൻസെൻ്റ്? അണ്ടർഗ്രൗണ്ടിൽ പോയി. അണ്ടർഗ്രൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പുന്നപ്ര വയലാർ സമര കാലഘട്ടത്തിലൊക്കെ. പക്ഷേ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ പോയ ഒരേ ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ MLA എൽദോസ്. അദ്ദേഹം നിയമസഭയിലേക്ക് ഈ വനവാസം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നതും വലിയ സ്വീകരണം നൽകിയില്ല. ഇവരാരെങ്കിലും രാജിവെച്ചോ? ഇല്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചിട്ടില്ലല്ലോ. മന്ത്രിസ്ഥാനം രാജിവെച്ചു. PJ ജോസഫോ നീല ലോഹിദാസ് നാടാറോ ആരും രാജിവെച്ചിട്ടില്ല. അപ്പം ഇന്നേ വരെ ഇല്ലാത്ത ഒരു പ്രസിഡന്റ് CPIM ഉണ്ടാക്കണമെന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ രാജിവെക്കാതിരുന്നത്? നിയമപരമായി അത് നിൽക്കില്ലെന്ന് മാത്രമല്ല, അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്യും. ഇപ്പോൾ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു, ഒരു 2-3 MLA ഭൂരിപക്ഷം ഉള്ളൂ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 MLA ഭൂരിപക്ഷം ഉള്ളൂ എന്ന് വിചാരിക്കുക. ആളെ പറ്റിക്കാൻ വേണ്ടി ഒരു കൺകോട്ടറ്റായി, ഒരു കൃത്രിമമായി ഒരാരോപണം കൊടുത്ത് FIR ഇട്ടാൽ രാജിവെക്കേണ്ടി വന്നാൽ ആ ഗവൺമെൻറ് ഉണ്ടാവുമോ? ആ ഗവൺമെൻറ് നിലനിൽക്കുമോ? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 1 MLA ഭൂരിപക്ഷത്തിനായിരുന്നില്ലേ? ആരെങ്കിലും ഈ ഒരു വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഭരിക്കാൻ പറ്റുമോ? അപ്പോൾ തെറ്റായ രൂപത്തിലുള്ള ഒരു സന്ദേശം താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതത്തിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് ഇപ്പം കോൺഗ്രസിൻ്റെ നേതാവ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാ ആൾക്കാർക്കും ബാധകമാണ് എന്നുള്ളത് കണ്ടോളണം. ഞങ്ങളാരും ഇവർ പറഞ്ഞ ശരിയാണെന്നുള്ള അഭിപ്രായക്കാരൊന്നല്ല കേട്ടോ. അതാദ്യം തന്നെ പറയാം. അത് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ കൊടുത്ത് കോടതിയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ശിക്ഷിക്കുന്നത് വരെ കുറ്റവാളിയാണ് എന്ന് ഞങ്ങൾ പറയില്ല. ആരോപിതരാണ്. ആരോപിക്കപ്പെട്ടവരൊക്കെ തന്നെ പൊതു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആരോപിക്കപ്പെടുന്നവരൊക്കെ തന്നെ രാജിവെക്കുന്നൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരൊറ്റൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ സ്ത്രീ വിഷയമായി ബന്ധപ്പെടാത്തൊരു കേസായിരുന്നു. നമ്മുടെ കുന്നംകുളം MLA ആയിരുന്ന മന്ത്രിയായിരുന്ന വിശ്വനാഥനെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഫോറസ്റ്റ് മന്ത്രിയായിരുന്നു. ഒരു പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന സമയത്ത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു, പരാമർശം വന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ രാജിവെക്കണോ? ഒരു ഗംഭീരം നടപടിയായിട്ടാണ് അന്ന് തോന്നിയത്. പക്ഷെ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എക്സോണറേറ്റ് ചെയ്തു, നിരപരാധിയാണെന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്ക് കാലാവധി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റബോധത്തിന് ഞാൻ അടിമപ്പെട്ടത് വിശ്വനാഥനെ രാജിവെപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. നിയമസഭയിൽ പറഞ്ഞതാ, ഓർമ്മ ഉണ്ടോ? ഈ ചരിത്രമൊക്കെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തി ആൾക്കാരെ രംഗത്തിറക്കി കുറച്ച് ദിവസം മുദ്രാവാക്യം വിളിച്ച് ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ലാത്തി ചാർജ് നടത്തി കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാരും വിചാരിക്കണ്ട. ഈ കേരളം അത് അംഗീകരിക്കില്ല. ഇപ്പോൾ പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അവസാനത്തെ ആയുധം എന്നുള്ള നിലയിലാണല്ലോ ഇതെടുത്ത്. എത്ര എടുത്ത് എവിടെയെങ്കിലും ക്ലച്ച് പിടിച്ചോ? പിടിക്കില്ല.